ലഹരിക്കെതിരായ നടപടികൾ 24-ലൂടെ വിശദീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഹരിയെ തടയാൻ വിപുലമായ കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും ഓരോ ആഴ്ചയും വാർത്താസമ്മേളനം വിളിച്ച് ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞു. ലഹരി തടയാൻ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. ലഹരിക്കെതിരെ സമൂഹത്തിന്റെ ജാഗ്രത ഉയർന്നു വരണമെന്നും പിണറായിക്കൊപ്പം SKN എന്ന അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. അരുതക്രമം അരുത് ലഹരി എന്ന മുഖ്യ സന്ദേശവുമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്രയ്ക്ക് മുന്നോടിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അഭിമുഖം. അങ്ങ് ഈ തലശ്ശേരി കലാപത്തിൽ നേരിട്ടിറങ്ങിയതുപോലെ മുഖ്യമന്ത്രിയുടെ ഫുൾ വീര്യം സമൂഹത്തിലേക്ക് അങ്ങ് നേരിട്ടിറക്കാൻ സമയമായി നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നു. അങ്ങയുടെ നിർദ്ദേശം പോലീസുകാർ കിട്ടിയിട്ടുണ്ട്. പോലീസുകാർ വളരെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന റെയ്ഡ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങ് ഈ സമൂഹത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒരു നിശ്ചിത സമയം ഇട്ട് ഒരു 90 ദിവസമോ 180 ദിവസമോ ഇട്ടിട്ട് ഇതിന് തടയിടും എന്ന് അങ്ങ് നേരിട്ട് ഇടപെട്ട് പറയുന്ന ഒരു സമയമാണ് എന്നെപ്പോലുള്ള ആൾക്കാർ സ്വപ്നം. കാരണം അങ്ങേക്ക് ഇത് പറ്റും. ലഹരി തടയാൻ വിപുലമായ കർമ്മ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്നത്. ഇക്കാര്യങ്ങൾ 24-ലൂടെ മുഖ്യമന്ത്രി വിശദീകരിച്ചു. സമൂഹത്തെ ബാധിച്ച ഏറ്റവും വലിയ രോഗം എന്നാണ് ലഹരി വ്യാപനത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തെ തടയാൻ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് മുഖ്യമന്ത്രി. ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും പ്രഖ്യാപനം. അധ്യാപകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ അധ്യാപകരിൽ സ്വയം സന്നദ്ധരാകുന്ന അധ്യാപകർ അവരിൽ ഒരു സെറ്റിനെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം കൊടുക്കണം. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനം തന്നെ, ആവശ്യമായ പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട് നൽകി. പ്രാഥമിക പരിശോധന അവർ നടത്തട്ടെ. പ്രാഥമികമായ ഇടപെടൽ നടത്താൻ കഴിയുന്നവർ അവരാണല്ലോ. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥ മാഫിയ പ്രവർത്തിക്കുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ മതമോ രാഷ്ട്രീയമോ കൂട്ടിച്ചേർക്കേണ്ടതില്ല. ആ തരത്തിലുള്ള പ്രചാരണ രീതിയിലേക്ക് പോകരുതെന്നും മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ ഇതിന് മറ്റ് നിറങ്ങളൊന്നും ചാർത്താൻ പാടില്ല. ഇതിന് മതമോ ജാതിയോ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിറം കൊടുക്കേണ്ടതായിട്ടേ ഇല്ല. ലഹരിക്കെതിരെ ജനങ്ങളാകെ ഇറങ്ങണമെന്നും സമൂഹത്തിന്റെ ജാഗ്രത ഉയർന്നു വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് കാലത്തേത് എന്ന പോലെ ബോധവൽക്കരണത്തിലേക്ക് ഇറങ്ങേണ്ട കാലഘട്ടമാണിത്. ഓരോ ആഴ്ചയും വാർത്താസമ്മേളനം വിളിച്ച് ജനങ്ങളോട് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് പ്രധാനം. പല നടപടികൾ സ്വീകരിക്കും. ഓരോ ആഴ്ചയും എന്താണ് സംഭവിക്കുന്നത് എന്നത് ജനങ്ങളെടുത്ത് തുറന്നു പറയണമെന്നാണ്. ആ കാര്യവും നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ അതിവിപുലമായ പ്രചാരണം നടത്തുന്ന 24-ലൂടെയാണ് സർക്കാർ നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിച്ചത്. 24 തിരുവനന്തപുരം.